പ്രൈസ് ലോർഡ്. പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിലേക്ക് ക്രിസ്തുയേശുവിൽ നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഓർക്കുന്നുണ്ടല്ലോ, നെയ്യാറ്റിൻകര അമരവിളയിൽ താന്നിമൂട് എന്ന സ്ഥലത്ത് MS ബിൽഡിങ്ങിൻ്റെ താഴത്തെ നിലയിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മളൊരു മീറ്റിംഗ് ഞായറാഴ്ച ദിവസം 3 മണി മുതൽ വൈകുന്നേരം 3 മണി മുതൽ ക്രമീകരിക്കുവാൻ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ഒരുങ്ങി ആയിരിക്കുന്നു. വരുന്ന ആഴ്ചകളിൽ ആ മീറ്റിംഗ് ആരംഭിക്കുവാൻ കഴിയുമെന്ന് കർത്താവിൽ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ സഹകരണം ഒക്കെറ്റിനും എല്ലാത്തിനും നന്ദി. ഒരുങ്ങുക, കടന്നു വരുവാനും അനുഗ്രഹം പ്രാപിക്കുവാനും ഒപ്പം നിങ്ങളുടെ സഹകരണവും വിലയേറിയതാണ്. അതൊരു മീറ്റിംഗ് സ്ഥലമാക്കി മാറ്റിയെടുക്കുവാൻ മറ്റ് ഒത്തിരി ആവശ്യങ്ങളുണ്ട്. നിങ്ങളത് അറിയുന്നുവല്ലോ. ദേശം കർത്താവിനെ അറിയുവാൻ, നിങ്ങളിലൂടെ കുടുംബങ്ങൾ വിടുവിക്കപ്പെടുവാൻ, നിങ്ങളുടെ ദേശം വിടുവിക്കപ്പെടുവാൻ കർത്താവിന് വേണ്ടി നിൽക്കുന്ന മഹത്വകരമായ അനുഭവത്തിന് നിങ്ങൾ പങ്കാളികളാകുവാൻ പ്രൈസർ ഫാമിലി, അതെ, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചായിരിക്കുന്നു. പ്രാർത്ഥന കുറയ്ക്കേണ്ട, വേഗത്തിൽ ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് അവസരം നൽകട്ടെ. കഴിഞ്ഞ രാത്രിയിലും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ വചനം ധ്യാനിച്ചായിരിക്കുമ്പോൾ എന്തിനെന്നോ, നമ്മൾ ഇന്നൊരുമിച്ചായിരിക്കുന്ന ഈ നല്ല സമയം പതിവ് പോലെ നിങ്ങൾ ദൈവശബ്ദം കേൾക്കുവാൻ, ദൈവിക വിടുതലുകൾ അനുഭവിക്കുവാൻ, നിങ്ങളുടെ കാത്തിരിപ്പിന് അറുതി വരുവാൻ ഞാൻ ധ്യാനിച്ചു കൊണ്ടിരുന്നത് ദിനവൃത്താന്തങ്ങളുടെ 2-ാമത്തെ പുസ്തകം 7-ാം അധ്യായവും രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 8-ാം അധ്യായവുമാണ്. അവിടുത്തെ ഇതിവൃത്തം നിങ്ങൾക്കറിയാമല്ലോ, ശലോമോന്റെ ആലയം. മഹത്വകരമായ ധ്യാനം എന്നതിൽ സംശയമില്ലല്ലോ. അവിടെ നിന്ന് ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്ന ഒരാലോചന പ്രവചനദൂതായി അതേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക് കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. പ്രാർത്ഥനയോടെ, വലിയ പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ. വാക്യം ഇതാണ്. ദിനവൃത്താന്തങ്ങളുടെ 2-ാമത്തെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്തുനിന്ന് തീയിറങ്ങി ഹോമയാഗവും ഹനനയാഗവും ദഹിപ്പിച്ചു. യഹോവയുടെ തേജസ്സും ആലയത്തിൽ നിറഞ്ഞു. അവരുടെ കണ്ണുകളിൽ നിന്ന് നിങ്ങളെ മറച്ച് ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകും. അതെ, ഒരിക്കൽ കൂടി, അവരുടെ ശത്രുക്കളായ മനുഷ്യരുടെ, പിശാചിൻ്റെ കണ്ണുകളിൽ നിന്ന് നിങ്ങളെ മറച്ച് ദൈവം നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകും. അതെ സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ കേൾക്ക്. ഇനി അവർ കണ്ട്, അതെ, കാണുന്നതാണ് പ്രശ്നം അല്ലേ? പലർക്കും ഈ മെസ്സേജ് മുൻപോട്ട് പോകുമ്പോൾ പിടികിട്ടാൻ അല്പം ബുദ്ധിമുട്ടായിരിക്കും. എങ്കിലും ഒരു വാക്ക് പറഞ്ഞു പോകട്ടെ. കുത്തും കോമയും പ്രാസവും ഒപ്പിച്ചുള്ള ഒരു പ്രസംഗമല്ല. ആമേൻ. ഇത് മനുഷ്യൻ അനുഭവിക്കുന്ന, അവനെ ശത്രു മനുഷ്യനും അവനിൽ വ്യാപരിക്കുന്ന പിശാചും അനുഭവിക്കുന്ന കഷ്ടതകളെക്കുറിച്ചുള്ള വിവരണവും, അത് നിങ്ങൾ അനുഭവിക്കുന്ന ആ കഷ്ടതയെക്കുറിച്ച് തന്നെ അതിൽ നിന്നുള്ള വിടുതലുമാണ്. അതുകൊണ്ട് കുത്തും കോമയും നോക്കണ്ട, പ്രാസം നോക്കണ്ട. 100 കണക്കിന് വ്യക്തി ജീവിതങ്ങളിലൂടെ അവരുടെ വിഷയങ്ങൾക്കൊപ്പം നിന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെന്തുകൊണ്ട് കരയുന്നു, എന്തുകൊണ്ട് നിരാശ അനുഭവിക്കുന്നു, എന്തുകൊണ്ട് വേദനപ്പെടുന്നു എന്ന് കണ്ടറിഞ്ഞ് മനസ്സിലാക്കി അതിനുള്ള പരിഹാരം പ്രാർത്ഥനയിലൂടെ അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് കാണുവാൻ ദൈവം തന്ന അവസരത്തെയും മുൻനിർത്തിയാണ് ഈ മെസ്സേജ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞ ലോജിക്കുകളിലോട്ടൊന്നും വരണ്ട. ദൈവത്തിൽ വിശ്വസിച്ച് മുൻപോട്ട് വരിക. ചിലർ കാണുന്നതാണ് പ്രശ്നം പലപ്പോഴും. സഹോദര, സഹോദരി, ഒന്ന് ഓർത്തു നോക്കിയേ. അങ്ങ് തുറന്നു വച്ചിരിക്കുക ചില കണ്ണുകൾ. അവിടെ എന്ത് സംഭവിക്കുന്നു? എന്താണ്? ഒരു ചെറിയ കാര്യം മതി, എന്തെങ്കിലും നിൻ്റെ ജീവിതത്തിൽ ഒരു ചെറിയ കാര്യം മതി. എന്തായി 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 നീ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അതെന്തെങ്കിലും ആയാലെന്ത്, ആയില്ലെങ്കിൽ എന്ത്? ഈ ചോദിക്കുന്ന വ്യക്തിക്ക് അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനമില്ല. പക്ഷെ ആ ജോലി എന്തായി എന്തായി? നീ പോലും ഇത്ര ആകാംക്ഷയോടെ അതേക്കുറിച്ച് ചിന്തിക്കുന്നില്ല. സഹോദരി, നിന്റെ ഭർത്താവിൻ്റെ ജോലിയെക്കുറിച്ച് നിനക്ക് പോലും ഇല്ലാത്ത ചിന്തയാണ് മറ്റു പലർക്കും. എന്തായി ഇടിയെ, എന്തായി എന്തായി? അർദ്ധരാത്രിയൊക്കെ എന്തായി എന്തായി? കണ്ണ് തുറന്നു വച്ചിരിക്കുക. അവിടെ എന്തായെന്നറിയണം. നോക്കിയേ, ഈ ആകാംക്ഷയോടെയുള്ള ചോദ്യങ്ങൾ. അതിനുശേഷം എന്താ സംഭവിക്കുന്നത്? തൊട്ട് മുമ്പിലായിരിക്കും, എല്ലാം ഓക്കെ ആയിരിക്കുന്നതായിരിക്കും എന്ന് നമ്മൾ സന്തോഷത്തോടെ പറയും. ഓ എടിയെ, സമാധാനമായി, ഇനി ചേട്ടാ കുഴപ്പമില്ല, എല്ലാം ഓക്കെ ആയിട്ടുണ്ട്, ഇനി ഒന്നും പേടിക്കണ്ട. പിറ്റേന്ന് ഈ ആട് കിടന്നിടത്ത് പൂട പോലും കാണത്തില്ലെന്ന് പറഞ്ഞതുപോലെ അങ്ങനെ ഒരു സ്ഥാപനത്തിൽ
നിന്നെ വിളിക്കാൻ അവർ തീരുമാനിച്ചിരുന്നു എന്നുള്ളൊരു ഓർമ്മ പോലും ആ സ്ഥാപനത്തിലുള്ളവർക്ക് കാണത്തില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു ജോലി നിനക്കായി അവർ കരുതി വെച്ചിരുന്നു എന്നുള്ള ഒരു ചിന്ത പോലും അവർക്ക് കാണത്തില്ല. ആ ജോലിയും പോയി, ആ ഒഴിവും പോയി, നീ അവിടെ ഇൻ്റർവ്യൂവിന് ചെന്നിരുന്നോ എന്ന് പോലും അവർ മറന്നു പോകും. കാരണം ചിലരുടെ കണ്ണുകൾ എന്തെന്ന് പറഞ്ഞ് തുറന്നിരിക്കുക. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് സംശയം വരും, ദൈവദാസന് അങ്ങനെ അവർ ചോദിച്ചതുകൊണ്ട്, അങ്ങനെ അവർ ചോദിച്ചു മനസ്സിലാക്കിയതുകൊണ്ട്, അങ്ങനെ അവർ കണ്ടതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കുന്നവരാണ്. പ്രിയപ്പെട്ടവർ കരയുമ്പോൾ, സങ്കടപ്പെടുമ്പോൾ, വേദനപ്പെടുമ്പോൾ പ്രാർത്ഥിക്കുന്നവരാണ്. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്താ? നിങ്ങളുടെ പ്രാർത്ഥന, അതായത് നിങ്ങൾക്കൊപ്പമുള്ളവരുടെ ജീവിതത്തിൽ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ, കരയുന്നവരുടെ ജീവിതത്തിൽ നല്ലത് വരണമെന്നുള്ള നിങ്ങളുടെ ആഗ്രഹം, അതാണല്ലോ പ്രാർത്ഥന. അതല്ലേ പ്രാർത്ഥനയായിട്ട് പുറത്തു വരുന്നത്? അവളുടെ രോഗം മാറ്റി കൊടുക്കണമേ, ആ കുഞ്ഞിനെ രക്ഷിക്കണമേ, അവളുടെ ജീവിതത്തിൻ്റെ അവസ്ഥ മാറ്റണമേ, ഈ കണ്ണുനീരിന് അറുതി വരുത്തണമേ. നല്ല ആഗ്രഹമല്ലേ അത്? ആ നല്ല ആഗ്രഹം പ്രാർത്ഥനയായി നിങ്ങളിൽ നിന്ന് ഉയരുമ്പോൾ അതിനെങ്ങനെയാണ് മറുപടി ഉണ്ടാവുന്നത്? നിങ്ങളുടെ മിടുക്കൊണ്ടാണോ? നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവുണ്ടായിരുന്നിട്ടാണോ? അല്ല. പിന്നെ ആ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്, നല്ലത് കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം അതിന് മറുപടി കൊടുക്കും. അല്ലേ സഹോദരി? അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ ദുഷ്ടാന്ന് ചിന്തിച്ചാലോ? അവൻ നശിച്ചു പോകണം. അവളുടെ കുടുംബത്തിനകത്ത് കണ്ണുനീർ തോരരുത്, അവളുടെ ജീവിതത്തിൽ ഒരു നല്ല കാലം ഉണ്ടാകരുത്. ആമേൻ. ഇഷ്ടമില്ലാത്ത ചിലരുടെ ദുഷ്ടചിന്തകളിൽ വ്യാപരിക്കുന്ന ഒരു മണ്ഡലമുണ്ട്. അതിനെയാണ് പൈശാചിക മണ്ഡലം എന്ന് പറയുന്നത്. നല്ലവരായ നിങ്ങളുടെ നല്ല ചിന്തകളിൽ, നല്ല പ്രാർത്ഥനകളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യാപരിച്ച് അവരുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കുമാറാക്കുന്നത് പോലെ അസൂയയോടെ ദുഷ്ടത നിരൂപിച്ച് നല്ലത് കാണുവാൻ ആഗ്രഹിക്കാതായിരിക്കുന്നവരുടെ ഇഷ്ടങ്ങളിൽ വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലം, ആ പൈശാചിക മണ്ഡലത്തിൻ്റെ ഫലമാണ് നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ആമേൻ. പലരും നോക്കിയിരിക്കുക. സ്തോത്രം. അവിടെ വിടും, ആ കോളേജിൽ അയക്കും, ആ കോഴ്സിന് തന്നെ വിടും. സ്തോത്രം. തന്നെടി, നിനക്ക് പറ്റും, ശരി തന്നെ, നീ അയക്കും. ഇങ്ങനെ കൂടെ നിന്ന്. പക്ഷേ എന്നിട്ട് എവിടെയെങ്കിലും എത്തിയോ? ഇനി എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട ആ കുഞ്ഞിനെ അവിടെ കൊണ്ടാക്കിയെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയോജനമുണ്ടോ? ആ കോഴ്സ് ജയിച്ചിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ചില കണ്ണുകൾ ഇങ്ങനെ തുറന്നിരിക്കുക, ദുഷ്ട മനുഷ്യർ. അതിനു മുമ്പിൽ ഒന്നും പ്രാപിക്കുവാൻ കഴിയാതെ, ഒന്നിനും ഒരു അവസാനമുണ്ടാകാതെ പലതും നല്ലതായി മുൻപിൽ വെളിപ്പെട്ട് വരുന്നുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. മൊത്തത്തിൽ നോക്കുമ്പോൾ പലതും നല്ലതാണ് ജീവിതത്തിലുള്ളത്. വലിയ കുഴപ്പമില്ലാത്ത ജോലിയാണ്, അല്ലെങ്കിൽ ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ അന്തസ്സായിട്ട് പറയുവാൻ കഴിയും, എൻ്റെ ഭർത്താവ് ഇന്ന ആളാണ്, എൻ്റെ ഭാര്യ ഇന്ന ആളാണ്, എനിക്ക് കയറി കിടക്കാനൊരു വീടുണ്ട്, ഇന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലേ? പക്ഷേ ഇതൊന്നും സന്തോഷമായിട്ട് അനുഭവിക്കുവാൻ കഴിയുന്നില്ല. ചിലരുടെ കൺമുമ്പിൽ ഈ ഉള്ളതൊന്നും നന്മയായി അനുഭവിക്കുവാൻ കഴിയാതെ കണ്ണുനീരിന്, നിരാശയ്ക്കും വേദനയ്ക്കും കാരണമായി മാറുന്നു. അതാ ഓക്കെ, ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നേ, ശലോമോന്റെ ആലയത്തിൽ ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങിയതുപോലെ ഈ സമയം നിന്നെ തേജസ് മൂടുവാൻ പോകുക. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചിലരുടെ കണ്ണുകൾക്ക് കാണുവാൻ കഴിയാതെ, അതെ, അത് മനുഷ്യരാകട്ടെ പിശാചാകട്ടെ, അവരുടെ കണ്ണുകൾക്ക് കാണുവാൻ കഴിയാതെ നിന്നെ ദൈവത്തിൻ്റെ തേജസ് മൂടി മറയ്ക്കുക. നിന്റെ ഭർത്താവിനെ, നിന്റെ മക്കളെ, നിന്റെ കുടുംബത്തെ, നിന്റെ അനുഗ്രഹങ്ങളെ, നിന്റെ വിദ്യാഭ്യാസത്തെ, നിന്റെ ഭാവി, താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുക. ആ തേജസ് മൂടി പറയുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. സ്തോത്രം. നോക്കൂ, അവിടെ പുരോഹിതന്മാർക്ക് പോലും പരസ്പരം കാണുവാൻ കഴിയാത്ത വിധത്തിൽ തേജസ്സിനാൽ ദൈവത്തിൻ്റെ ആലയം നിറഞ്ഞു. സ്തോത്രം. പുരോഹിതന്മാർക്ക് പോലും പരസ്പരം കാണുവാൻ കഴിയാത്ത വിധത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ ഭാഗങ്ങളിൽ നിന്ന് ശക്തമായി എന്നോട് നിങ്ങൾക്ക് വേണ്ടി ഇഷ്ടപ്പെടുകയുണ്ടായി. ഈ അസൂയ എന്ന് പറയുന്നത് ദുഷ്ടമനുഷ്യർക്ക് മാത്രമല്ല, നല്ല മനുഷ്യർക്കും ഉണ്ടാവും. ആമേൻ. സ്തോത്രം. ആമേൻ. ഈ പുരോഹിതന്മാർ പരസ്പരം കണ്ടാലുള്ള കുഴപ്പം എന്താ? ഒരു പുരോഹിതൻ പറയും, അവൻ്റെ മണിയടി കുറച്ചുകൂടെ കൊള്ളാം, അവൻ ശരിയല്ല, അവനെ ഇങ്ങനെ വിട്ടുകൂടാ. നിങ്ങൾക്ക് മനസ്സിലായതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സംഭവം നമ്മളെല്ലാവരും നല്ലവർ തന്നെ. പക്ഷേ ഒരു പരിധി കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ചിന്ത വരും, അങ്ങനെ ഇപ്പോൾ അവൻ വളരണം, അങ്ങനെ ഇപ്പോൾ അവൾ, അല്ലെങ്കിൽ ആ ജോലി സ്ഥലത്ത് നിനക്ക് ഇത്രയും പ്രശ്നം എന്താ? ഒന്ന് ചിന്തിച്ച് നോക്കി, എന്തിനാ പ്രശ്നം? സ്തോത്രം. ഒരു പുരോഹിതൻ്റെ മണിയടി മറ്റൊരു പുരോഹിതന് ഇഷ്ടപ്പെടാത്തതുപോലെ നീ ഇത്തിരി സ്മാർട്ടായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് വേഗത്തിൽ.
അല്ലേ? ഇവർ തമ്മിൽ കണ്ടാൽ പോലും പ്രശ്നമാണ്. അപ്പോൾ പിന്നെ പുറത്തുള്ളവർ കണ്ട പറയണോ, തേജസ് അങ്ങ് മൂടി. ഈ പുരോഹിതന്മാർക്ക് പോലും കാണുവാൻ കഴിയാത്ത അസൂയക്കാർ അടുത്ത് തന്നെ ഉണ്ട്. നോക്കിയിരിക്കുന്ന എന്തായിത്തീരും, ഇവക്ക് പ്രമോഷൻ കിട്ടുമോ, ഇവന് പ്രമോഷൻ കിട്ടുമോ, അവളുടെ വിവാഹം നടക്കുമോ, ആ വിവാഹം നടക്കുമോ, അങ്ങനെയുള്ള വിവാഹം. നീ നേരത്തെ പറഞ്ഞിട്ടില്ലേ, നിൻ്റെ മക്കളുടെ വിവാഹം ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെയുള്ളൊരു വിവാഹം മക്കൾക്ക് നടത്തി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? അതുപോലുള്ള വിവാഹം നടക്കുമോ? സ്തോത്രം. അപ്പോൾ വലിയ സത്യവിളമ്പും പോലെ ആ സ്വപ്നങ്ങളെല്ലാം വിളമ്പി വെച്ചത്. ആമേൻ, സ്തോത്രം. ദേശം വരെ പറഞ്ഞു കൊടുത്തു. ഇങ്ങനെയുള്ള ദേശത്ത് നിന്ന് നമുക്ക് കർത്താവ് കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനയിൽ ആലോചന തന്നതുപോലെ കിഴക്കോട്ട് പുതിയൊരു പ്രവർത്തനം, നമ്മുടെ മിനിസ്ട്രിയുടെ ഒരു ഫർദർ ഡെവലപ്മെൻറ്റ് കർത്താവ് ഒരുക്കുന്നു. അപ്പം നമ്മൾ അതിൻ്റെ പിന്നാലെ പോയതുപോലെ പലർക്കും കർത്താവ് ഏത് ദേശത്തു നിന്നാണ് മകളുടെ വിവാഹം നടക്കുന്നത്, മകൻ്റെ വിവാഹം നടക്കുന്നത്, കർത്താവ് അത് കാട്ടിത്തരും. ആമേൻ, സ്തോത്രം. ആലയം അത് മഹത്വമാണ്. പറയട്ടെ, നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് കിഴക്ക് ദേശത്തു നിന്ന് തന്നെ യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാം. ആമേൻ, സ്തോത്രം. അപ്പോൾ ദേശം കർത്താവ് പറഞ്ഞു തരും, എങ്ങനെയുള്ള കുടുംബമായിരിക്കുമെന്ന് കർത്താവ് പറഞ്ഞു തരും, എത്ര മക്കളായിരിക്കുമെന്ന്, 2 ആൺമക്കളാണ്, അത് കർത്താവ് പറഞ്ഞു തരും. നല്ല കുടുംബമാകട്ടോ, ആമേൻ, ജോലിയുള്ള പെണ്ണ, ആമേൻ, അത് കർത്താവ് പറഞ്ഞു തരും. സ്തോത്രം. നിന്റെ മകൾക്ക് സന്തോഷമായി നിന്റെ ഭവനത്തിൽ എന്നതുപോലെ ജീവിക്കുവാൻ കഴിയുന്ന ദൂതാണ്, നിന്റെ ഭവനത്തിൽ എന്നതുപോലെ ജീവിക്കുവാൻ കഴിയുന്ന അനുഭവം കർത്താവ് ഒരുക്കി തരും. ആമേൻ. കേൾക്ക്, ഇതുപോലെ കർത്താവ് സംസാരിക്കും. ഇത് ദൂത, ഇത് സദ്യ വിളമ്പും പോലെ വിളമ്പാൻ നിൽക്കേണ്ട, മനസ്സിൽ വെച്ച് പ്രാർത്ഥിച്ചാൽ മതി. ആമേൻ. ഇത് നീ വിളമ്പുന്നതും തന്നെ അങ്ങനെയുള്ള ചെറുക്കനാണോ, അവിടെ നിന്നാണോ, അങ്ങനെയുള്ള കുടുംബത്തിൽ, എൻ്റെ മോക്ക് പറ്റിയില്ല, എൻ്റെ കുടുംബത്തിൽ ആർക്കും പറ്റില്ല, എവൾ അന്ന് തീർന്നു. സ്തോത്രം. അപ്പോൾ തന്നെ അവർക്കും ഇതൊരു വലിയ സീരിയസ് ആയിട്ട് തോന്നത്തില്ല, അവർക്കൊരു അസൂയ, പക്ഷെ അവരുടെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു പൈശാചിക മണ്ഡലം, താങ്കിലോട് അതിനെ തകർത്ത് കളയുന്നു. അവിടെ നിന്റെ മകളെ തേജസ് മൂടുക. അവളുടെ ഭാവിയിലേക്ക് തുറന്നിരിക്കുന്ന ചില കണ്ണുകളിൽ നിന്ന് അവളെ ദൈവം സംരക്ഷിക്കുക. ചില കണ്ണുകൾക്ക് കാണുവാൻ കഴിയാത്ത അവളുടെ ഭാവി, അവളുടെ അനുഗ്രഹം, അവൾക്ക് വേണ്ടി ദൈവം ഒരുക്കുവാൻ പോകുന്നത് ചിലർക്ക് കാണുവാൻ കഴിയാത്ത വിധത്തിൽ നിന്റെ തലമുറകൾക്ക് വേണ്ടി ദൈവം ഒരുക്കുവാൻ പോകുന്നു. താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപ. ആമേൻ, സ്തോത്രം. നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യുവാൻ പോകുന്നത്, നീ ആഗ്രഹിച്ചത്, നീ കൊതിച്ചത് ചിലർ കണ്ടു, ചിലരുടെ കണ്ണുകൾക്ക് മുമ്പിൽ അതില്ലാതായി. ഒന്നും ആകാൻ പറ്റാതെ, സ്തോത്രം, ആ രാജ്യത്തായിരുന്നിട്ട് ഒന്നും ആകാൻ പറ്റാതെ വല്ലാത്തൊരവസ്ഥയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അയ്യോ, നിന്റെ മകൻ അങ്ങനെയാണ്, നിന്റെ മക്കൾ അങ്ങനെയാണ്, അവരിങ്ങനെ, അയ്യോ, ഇതുപോലൊരു ഭർത്താവ്, നിന്റെ ഭാഗ്യമാടി, ഭാഗ്യം. വീട്ടിൽ വന്ന് കയറണം, അപ്പോഴറിയാം അന്ന് ആ വാക്ക് പറഞ്ഞത് തൊട്ട് ഭാഗ്യം നിർഭാഗ്യമായി തീരുവാൻ തുടങ്ങിയതാണ്. പ്രിയരെ, നിങ്ങളിപ്പോഴും ചിന്തിക്കണം. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഒരിക്കൽ കൂടി പറയാം. സ്തോത്രം. ആലയവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ആലയത്തിനകത്ത്, സമാഗമന കൂടാരത്തിനകത്ത് വിടർന്ന പുഷ്പങ്ങളുമുണ്ട്, മൊട്ടുകളുമുണ്ട്, കൊത്തിവെച്ചിട്ടുണ്ട്. സ്തോത്രം. വിടർന്ന പുഷ്പങ്ങളും മൊട്ടുകളും. വിടർന്ന പുഷ്പം സിമ്പിളല്ലേ, നമുക്കറിയാം. വിടർന്ന പുഷ്പം അതെന്താണെന്ന് നമുക്കറിയാം, അതിലെത്ര ഇതളുണ്ടെന്ന് നമുക്കറിയാം, അതിൻ്റെ കളർ എങ്ങനെയാണ്. അത് ഒറ്റ കളറായിരിക്കത്തില്ല മിക്ക പുഷ്പങ്ങൾക്കും. ഈ ഒരു ചെടിയിലുള്ള പൂക്കൾക്ക് പോലും വ്യത്യാസം ഉണ്ടാകും, അതിൻ്റെ കളർ വ്യത്യാസപ്പെട്ടിരിക്കും. ചിലത് കടുത്ത കളറായിരിക്കും, ചിലത് കടും കളർ റെഡായിരിക്കും, അത് കഴിഞ്ഞ് അല്പം പിങ്കായിട്ട്, പിന്നെ വെള്ളയായിട്ട്, ഇങ്ങനെ പല പല കളറായിരിക്കും. വിടർന്നിരിക്കുന്നുവെങ്കിൽ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാകും, കാണാൻ പറ്റും, കണ്ണിന് കാണാൻ പറ്റും. പക്ഷേ മൊട്ടാണെങ്കിലോ അറിയാൻ പറ്റുമോ? ഞാൻ പിന്നെയും പറയാം, ഒരു ചെടിയിലെ പൂവുകൾ പോലും തമ്മിൽ വ്യത്യാസപ്പെട്ടിരിക്കും, വലിപ്പം കൊണ്ടും അതിൻ്റെ കളർ കൊണ്ടും അതിൻ്റെ അട്രാക്ഷൻ കൊണ്ടും വ്യത്യാസപ്പെട്ടിരിക്കും, അല്ലേ? ചിലതൊക്കെ പുഴുകുത്തി. അപ്പോൾ ഈ മൊട്ട് അത് ഇന്ന ചെടിയിലതാണെന്ന് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. അതിനകത്ത് എങ്ങനെ ആയിരിക്കും, എത്ര ഇതളുണ്ട്, അങ്ങനെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അർത്ഥം, ചില രഹസ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അപ്പോൾ ആലയത്തിനകത്ത് പരസ്യവും, അതായത് വിടർന്ന പുഷ്പവും മൊട്ടുകളും രഹസ്യവും ഉണ്ടായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മുൻപിൽ സംഭവിക്കുവാൻ പോകുന്നത് ദൈവം നിങ്ങൾക്ക് തന്ന ആലോചന, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടങ്ങൾ, പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ഇഷ്ടം അത് ആലോചനയാണ്. ഉറപ്പിച്ച് ഞാൻ പറയട്ടെ, പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ഇഷ്ടം അത് ആലോചനയാണ്. അബ്രഹാമാണ് അതിന് സാക്ഷി. അബ്രഹാമിൻ്റെ ആഗ്രഹം എന്താ, ഇഷ്ടം എന്താ? ഒരു തലമുറ വേണം. ദൈവം അവനോട് പറഞ്ഞ വാഗ്ദത്തം എന്താ? നിനക്കൊരു തലമുറയെ തരും. നീ ഭക്തനാണോ?
ആ ഇഷ്ടം തന്നെയാണ് നിന്റെ വാഗ്ദത്തം. ഇനി തേടി നടക്കണ്ട. ദൂതവിടെ, പ്രവചനമോടെ, അത് തന്നെ. അപ്പം നോക്കിയേ, അപ്പോൾ രഹസ്യങ്ങൾ വേണം. രഹസ്യമായിട്ടിരുന്നാൽ മതി, പലരോടും പങ്കുവയ്ക്കേണ്ട. ഇനിയെങ്കിലും സ്തോത്രം, നിങ്ങൾക്ക് കിട്ടിയ നല്ല ഭർത്താവെങ്കിൽ നീ സന്തോഷിച്ചോ. നിന്റെ വീട്ടിനകത്ത് നിന്റെ ഭർത്താവായിട്ട് സന്തോഷിക്ക്, പുറത്ത് പോകുന്നിടത്ത് സന്തോഷിക്കുക. എന്തിനാ പറഞ്ഞ് നിന്റെ ഭാര്യ അങ്ങനെയാണ്, കാര്യപ്രാപ്തിയുള്ളവളാണ്, അവൾ ഇങ്ങനെയാണ്, ചുറ്റി പിടിക്കുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, എല്ലാം ഇപ്പം അയ്യോ ദൈവദാസൻ ഇപ്പം എവിടെ പോകുന്നു എന്ന് അറിയാൻ പാടില്ല. എന്തിനാ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? പറയേണ്ടതേ മക്കളെക്കുറിച്ച്. നിങ്ങൾ സന്തോഷിക്കുക, നിങ്ങൾ ഒരുമിച്ച് സന്തോഷിക്കുക. മക്കളുടെ വളർച്ചയിൽ നിങ്ങൾ സന്തോഷിക്കുക, അവരുടെ ശരീരത്തിൽ സന്തോഷിക്കുക, അവരുടെ ബുദ്ധിയിൽ സന്തോഷിക്കുക, അവരുടെ പഠനത്തിൽ നിങ്ങൾ സന്തോഷിക്കുക. നാട്ടുകാരെ അറിയിക്കേണ്ട. അവർക്ക് സന്തോഷിക്കാൻ അവരുടെ വീടുണ്ടല്ലോ, അവരെ സന്തോഷിച്ചോട്ടെ. അല്ലെങ്കിൽ അവർ വല്ല സിനിമയോ സീരിയലോ കണ്ട് സന്തോഷിച്ചോട്ടെ. നിങ്ങൾ ആരെയും സന്തോഷിപ്പിക്കാൻ പോകണ്ട കേട്ടോ. സ്തോത്രം. രഹസ്യമായിരിക്കട്ടെ, ചിലത് രഹസ്യമായിരിക്കണം. കേട്ടോ സഹോദരി, കേട്ടോ സഹോദര, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ കേൾക്ക്. ചിലത് രഹസ്യമായിട്ട് തന്നെ ഇരിക്കണം, വിളിച്ചോണ്ട് നടക്കരുത്. രഹസ്യമായിട്ടിരിക്കട്ടെ. സ്തോത്രം. ഒരു നിമിഷം കരം നെഞ്ചത്ത് വെച്ച് പറയും, യേശുവേ, എനിക്ക് അങ്ങ് ചെയ്യുവാൻ പോകുന്ന നന്മകൾ, ഞാൻ അനുഭവിക്കുവാൻ പോകുന്നത്, ഞാൻ കണ്ട സ്വപ്നങ്ങൾ, അത് പുറത്തു വരുന്നതുവരെ, വിടർന്ന് പുഷ്പമായി തീരുന്നതുവരെ രഹസ്യമായി തന്നെ ഇരിക്കും. എൻ്റെ വായിലൂടെ അതാരും അറിയത്തില്ല. താങ്ക് യു, മതി. സ്തോത്രം. അത് വിടരും, മനോഹരമായ പുഷ്പമായി, മനോഹരമായ അസൂയപ്പെടുത്തുന്ന ഒരു പുഷ്പമായി അത് വിടർന്നു വരും. അപ്പോൾ നോക്കിയേ, കണ്ണുകൾ തുറന്നിരിക്കുക. അയ്യോ, രാവിലെ ചോദിച്ചു പോകും, കഠിനാധ്വാനിയാ. സ്തോത്രം. അധ്വാനിച്ച് അവിടെ വസ്തു വാങ്ങുന്നു, ഇവിടെ വാങ്ങുന്നു, അവിടെ കൊടുക്കുന്നു. എന്തൊരു അധ്വാനം! ഇങ്ങനെയൊന്നും ആരും ഞങ്ങളുടെ കുടുംബത്തിലില്ല. ഇപ്പം എല്ലാം വിൽക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക, ആരും വാങ്ങിക്കാനുമില്ല. സ്തോത്രം. നിൻ്റെ അവസ്ഥ കർത്താവ് ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ പോകുക. സ്തോത്രം. ഇന്നലെ കാലുവരി നിൻ്റെ ജീവിതത്തെ കർത്താവ് മാനിക്കുവാൻ പോകുക. നിൻ്റെ അധ്വാനത്തിനും നിൻ്റെ കഷ്ടപ്പാടിനും ചില കണ്ണുകൾക്ക് മുമ്പിലുണ്ടായ തകർച്ചയ്ക്ക് എൻ്റെ ദൈവം പകരം നൽകി. താങ്ക് യു ലോർഡ്. എൻ്റെ കർത്താവ് നിന്നെ മറയ്ക്കുക, തേജസ് കൊണ്ട് നിന്നെ മറയ്ക്കുക, നിൻ്റെ ശരീരത്തെ മറയ്ക്കുക, നിൻ്റെ ബിസിനസ്സിനെ മറയ്ക്കുക. താങ്ക് യു ലോർഡ്. സഹോദരി, നിൻ്റെ കുടുംബ ജീവിതത്തെ മറയ്ക്കുക, നിൻ്റെ തൊഴിലിനെ മറയ്ക്കുക. ശ്രദ്ധിക്കണം. അങ്ങനെ മറച്ചിട്ട് എന്താ ചെയ്യുന്നത്? നോക്കൂ, അതേ ആ ആലയവുമായി ബന്ധപ്പെട്ട് തന്നെ ദിനവൃത്താന്തങ്ങൾ 2-ാമത്തെ പുസ്തകം 7-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ പറയുന്നു, മറ്റുള്ളവരുടെ കണ്ണിന് മറച്ചിട്ട് തേജസ് ഇറങ്ങി അതിനകത്ത് നിന്നവരെ മറച്ചു, പുറത്തുള്ളവർക്ക് അകം കാണുവാൻ കഴിയാതെ മറച്ചതിന് ശേഷം ദൈവം പ്രാർത്ഥന കേട്ടു. ശ്രദ്ധിച്ചോളണമേ. ആമേൻ. സ്തോത്രം. മറയ്ക്കുന്നുമ്പേ പ്രാർത്ഥന കേട്ടിട്ട് എന്തെങ്കിലും നേടാൻ പറ്റിയോ? സ്തോത്രം. ദൈവം പ്രാർത്ഥന കേട്ടതുകൊണ്ടല്ലേ അവിടെ എത്തിയത്. പക്ഷേ അതിൻ്റെ റിസൾട്ട് ഉണ്ടോ? ദൈവം പ്രാർത്ഥന കേട്ടിട്ടല്ലേ മക്കളുടെ നല്ല റിസൾട്ട് കാണാൻ പറ്റിയത്. പക്ഷേ അതുകൊണ്ട് എന്തെങ്കിലും ഫലമുണ്ടോ? നല്ല വിവാഹം നടന്നു, എന്നിട്ട് അയ്യോ പറയണ്ട, ഇനി കരയണ്ട, സമാധാനപ്പെട്ടിരിക്കുക. ആമേൻ. അപ്പോൾ ചിലരുടെ കണ്ണിന് നിങ്ങളെ മറച്ചിട്ട് ദൈവം പ്രാർത്ഥന കേൾക്കും. അപ്പോൾ സ്തോത്രം. അപ്പോൾ ആരും കാണാതെ എന്നെ അങ്ങ് തേജസ്സിനാൽ മറയ്ക്കണമേ. പ്രാർത്ഥിക്കുക അങ്ങനെ. അവരുടെ കണ്ണുകൾക്ക്, ദുഷ്ട മനുഷ്യരുടെ കണ്ണുകൾക്ക്, അസൂയാലുക്കളുടെ കണ്ണുകൾക്ക്, പിശാചിനാൽ പിടിക്കപ്പെട്ടവരുടെ കണ്ണുകൾക്ക് എന്നെയും എൻ്റെ തലമുറകളെയും എൻ്റെ ഭർത്താവിനെയും എൻ്റെ ഭാര്യയും എൻ്റെ കുടുംബത്തെയും എൻ്റെ നന്മകളെയും മറയ്ക്കണം. യേശുവിൻ നാമത്തിൽ തേജസ്സിനാൽ മറയപ്പെടുക. ഒരു ശത്രുവിനും കാണുവാൻ കഴിയാത്ത വിധത്തിൽ തുറന്നിരിക്കുന്ന ചില കണ്ണുകൾക്ക് മുമ്പിൽ എൻ്റെ ദൈവം നിന്നെയും നിനക്കുള്ളതിനെയും മറച്ച് സംരക്ഷിക്കുക. തേജസ്സിൽ മൂടി മറച്ച് സംരക്ഷിക്കുക യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. സ്തോത്രം. അപ്പം തേജസ്സിൽ മൂടി മറച്ചിട്ട് ദൈവം പ്രാർത്ഥന കേൾക്കും. ഒരിക്കൽ കൂടി, തേജസ്സിൽ മൂടി മറച്ചിട്ട് ദൈവം പ്രാർത്ഥന കേൾക്കും. ആ ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുക, ഈ 2 അധ്യായങ്ങളും. സ്തോത്രം. ശ്രദ്ധിക്കണമേ. ദിനവൃത്താന്തങ്ങളുടെ 2-ാമത്തെ പുസ്തകം 7-ാം അധ്യായം 1 മുതൽ താഴേക്ക് ആ അധ്യായം നിങ്ങൾ വായിച്ചു നോക്കുക. രാജാക്കന്മാരുടെ 1-ാം അധ്യായം 8 മുതൽ താഴേക്കുള്ള ഭാഗങ്ങൾ, ശലോമോന്റെ ആലയവും ആ ആലയത്തിലിറങ്ങിയ തേജസ്സും തുടർന്ന് സംഭവിക്കുന്ന കാര്യങ്ങളും ദർശനത്തിലൂടെയുള്ള ദൈവത്തിൻ്റെ ഇടപെടലുകളും നിങ്ങൾക്കവിടെ വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നോക്കൂ, രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 8-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ചിലരുടെ കണ്ണുകളെ മറയ്ക്കുന്നു, ദൈവം പ്രാർത്ഥന കേൾക്കുന്നു. എന്താ? അത് കഴിഞ്ഞ് ദൈവം നിന്നോട് തിരുവായ് മൊഴിഞ്ഞ് അരുളി ചെയ്തതിനെ തൃക്കൈ കൊണ്ട് അവൻ നിവർത്തിക്കും. ചിലരുടെ കണ്ണിന് നിന്നെ മറച്ചിട്ട് ഇന്ന് നീ കേൾക്കുന്ന ദൈവത്തിൻ്റെ ആലോചന എൻ്റെ ദൈവം നിന്റെ ജീവിതത്തിൽ നിവർത്തിക്കും. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ നിന്റെ ജീവിതം മാറുന്ന ആ കണ്ണുകൾ, തുറന്നിരിക്കുന്ന കണ്ണുകൾ, അസൂയ പിടിച്ച കണ്ണുകൾ, ദുഷ്ടത നിറഞ്ഞ കണ്ണുകൾ,
തുറിച്ചു പോകും വിധത്തിൽ എൻ്റെ ദൈവം നിന്നെ അവിടെ ആ തൊഴിലിടത്തിൽ ആ രാജ്യത്ത് മാനിക്കും. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ, സ്തോത്രം. ചിലരുടെ കണ്ണ് പിന്നെ അടയത്തില്ല, കണ്ണിഞ്ഞ് തള്ളി വരും. ആ വിധത്തിൽ ദൈവം നിന്നെ മാനിക്കും. ആമേൻ, സ്തോത്രം. അവൻ പറയുന്നത് അവൻ നിവർത്തിക്കും. ഓ സ്തോത്രം. എന്നിലൂടെ നീ കേൾക്കുന്നത് എൻ്റെ ദൈവം തൻ്റെ കരം കൊണ്ട് നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നിവർത്തിക്കും. നിന്റെ തൊഴിലിടത്തിൽ നിവർത്തിക്കും. നിന്റെ തലമുറകളായിരിക്കുന്ന സ്ഥാനത്ത്, മാതാവേ പിതാവേ അവർ ചെന്നായിരിക്കുന്ന സ്ഥാനത്ത് എൻ്റെ ദൈവം നിവർത്തിക്കും. ഇന്നത്തെ അവസ്ഥ നോക്കണ്ട. അവൻ ആദ്യം സ്തോത്രം തേജസ്സിനാൽ മൂടി മറയ്ക്കും. ഒരു പന്ന പിശാചിനും പന്ന മനുഷ്യനും കാണുവാൻ കഴിയാത്ത വിധത്തിൽ തേജസ്സിനായി മൂടി മറയ്ക്കും. നിന്റെ പ്രാർത്ഥന കേൾക്കും. നിന്റെ തലമുറകളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകും. അതേ, യേശുവിൻ നാമത്തിൽ നീ കേൾക്കുന്നത് എൻ്റെ ദൈവം തൻ്റെ കരം കൊണ്ട് നിവർത്തിക്കും. നീ എന്നിലൂടെ കേൾക്കുന്നത്, നിന്റെ തലമുറയെക്കുറിച്ച് എന്നിലൂടെ കേൾക്കുന്നത് എൻ്റെ ദൈവം നിവർത്തിക്കും. ആ തൊഴിൽ അവനായിരിക്കുന്ന സ്ഥാനത്തിൻ്റെ കർത്താവ് നൽകി മാനിക്കുവാൻ പോകുക. വെറും കൈയായി മടങ്ങി വരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അവളായിരിക്കുന്ന സ്ഥാനത്ത് ആ വിദ്യാഭ്യാസം പൂർത്തീകരിക്കപ്പെടുക. പരാജയപ്പെട്ട് തലകുനിക്കുവാൻ എൻ്റെ ദൈവം, ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ അവൻ അനുവദിക്കത്തേയില്ല. അവൻ കരം നീട്ടും. നിന്റെ വിവാഹത്തിനായി അവൻ കരം നീട്ടും. നിന്റെ തലമുറയുടെ വിവാഹത്തിനായി അവൻ കരം നീട്ടും. ഏറ്റെടുത്ത് പ്രാർത്ഥിക്ക്. സ്തോത്രം, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. നേരത്തെ പറഞ്ഞ ആലോചനകൾ ഓർമ്മയുണ്ടല്ലോ. പുറത്ത് പറയേണ്ട, പ്രാർത്ഥിക്കുക, രഹസ്യത്തിൽ പ്രാർത്ഥിക്കുക. കർത്താവ് പരസ്യത്തിൽ മറുപടി തരും. മൊട്ടായിട്ടിരിക്കട്ടെ, വിടർന്നിട്ട് കണ്ടാൽ മതി. കണ്ട് ആശ്ചര്യപ്പെടട്ടെ. നമ്മുടെ പിള്ളേരൊക്കെ, നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തിൽ, ഞങ്ങളുടെ ചെറുപ്പകാലത്തിൽ ഏറ്റവും നല്ല ചെടി റോസയാണ്. ആമേൻ, സ്തോത്രം. അല്ലേ, ഇപ്പോൾ വേറെ വേറെ ചെടികളായി. നമ്മുടെ ചെറുപ്പകാലത്ത് റോസാ ചെടിയാണ് ഏറ്റവും ഇത്. ഞങ്ങളൊക്കെ റോസാ ചെടി നട്ടിട്ടുണ്ട്. അപ്പോൾ മുട്ട് വരുന്നു, അതിങ്ങനെ വലുതായി വലുതായി വരുന്നു. നമ്മളിങ്ങനെ ആകാംക്ഷയോടെ നോക്കും. അയ്യോ, ഇതെങ്ങനെയായിരിക്കും, എത്ര ഇതൾ കാണും, വലുതായിരിക്കുമോ, നല്ല സ്തോത്രം. ഒരു ദിവസം പെട്ടെന്ന് രാവിലെ ഒഴിച്ച് നോക്കുമ്പോൾ അതിങ്ങനെ വിടർന്നു നിൽക്കും. എന്ത് സന്തോഷമായിരിക്കും എന്നറിയാമോ? അങ്ങനെ വിടരട്ടെ. സ്തോത്രം. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചിലരുടെ കണ്ണിന് മുമ്പിൽ നിന്റെ പ്രാർത്ഥനയുടെ മറുപടി വെളിപ്പെട്ട് വരുവാൻ പോകുക. അസൂയ പിടിച്ച ചിലരുടെ കണ്ണിന് മുമ്പിൽ നീ നന്നാകരുതെന്ന്, നിന്റെ ജീവിതത്തിൽ നല്ലതുണ്ടാകരുതെന്ന്, ഇങ്ങനെ എന്നും തുടരുന്ന കടക്കാരനാക്കി മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിച്ച് ഇങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് ചിന്തിച്ചായിരിക്കുന്നവരുടെ മുൻപിൽ നിന്റെ പ്രാർത്ഥനയുടെ മറുപടി വിടർന്നു വരിക. ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക്. ആ ഭവനം ആ അസൂയക്കാരുടെ മുമ്പിൽ പണിത്, ഓ യെസ്, യേശുവിൻ നാമത്തിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അസൂയക്കാരുടെ മുമ്പിൽ ആ ഭവനം പണിതുയർത്തപ്പെടുവാൻ പോകുക. അതിൻ്റെ ബേസ്മെന്റ് വീഴുക. ഓ സ്തോത്രം. ചുമര് കെട്ടുക. അമ്മേൻ, തട്ടുവാർക്കുക. സ്തോത്രം. ഓ സ്തോത്രം, യേശുവിൻ നാമത്തിൽ. ഓ സ്തോത്രം. പെയിന്റിങ് നടക്കുക, പ്രാർത്ഥിക്ക്. ലൈറ്റിങ് നടക്കുക, യേശുവിൻ നാമത്തിൽ. പാലുകാച്ച് നടക്കുക. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക്. ചില കണ്ണുകൾ, അസൂയ നിറഞ്ഞ ചില കണ്ണുകൾ തള്ളി പുറത്തു വരുവാൻ പോകുക. നീ അവിടെ വസ്തു വാങ്ങും. ആമേൻ, യേശുവിൻ നാമത്തിൽ. സ്തോത്രം. ആ ദേശത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും. വാഹനം വാങ്ങും. നിന്റെ ശുശ്രൂഷ അവിടെ അനുഗ്രഹിക്കപ്പെടും. ചിലരുടെ കൺമുൻപിൽ, ചില ദുഷ്ട മനുഷ്യരുടെ കൺമുമ്പിൽ ദൈവം നിന്നെ വളർത്തും. അതിനുവേണ്ടി ദൈവം തേജസ്സിൽ നിന്നെ മൂടി മറക്കും. ഇനി ആ കണ്ണുകൾക്ക് നിന്നെ കാണുവാൻ കഴിയത്തില്ല. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി ആ കണ്ണുകൾക്ക് നിന്റെ തലമുറകളെ കാണുവാൻ കഴിയത്തില്ല. ദൈവം തൻ്റെ തേജസ് കൊണ്ട് മൂടി മറയ്ക്കും. തേജസ് കൊണ്ട് മൂടി മറയ്ക്കും. ആ തേജസ്സിനാൽ നിറയപ്പെടുവാൻ പ്രാർത്ഥനകൾക്ക് മറുപടി ദൈവം നിങ്ങളോട് അറിയിച്ചത്, തിരുവായ് മൊഴി അരുളി ചെയ്തത്, തൃക്കൈ കൊണ്ട് ദൈവം നിങ്ങൾക്ക് വേണ്ടി നിവർത്തിച്ചു തരുവാൻ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ഉറച്ചു നിൽക്കുക. എങ്ങനെ അത് പ്രാപിക്കുവാൻ തക്കവണ്ണം, ഇത് വലിയൊരു വിഷയമാണ് കേട്ടോ. നമ്മുടെ ജഡം ഭയങ്കര ഒരു വില്ലനാ പലപ്പോഴും. ഒരിക്കൽ കൂടി പറയാം. ആമേൻ, സ്തോത്രം. എന്തെങ്കിലും കേട്ടാൽ മതി. അത് 4 പേരോടെ പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം വരത്തില്ല. അയ്യോ, അവരോടൊക്കെ പറയാതെ എങ്ങനെ? ഒന്നും നടക്കണ്ട. അതിന് ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ബുക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട്. ആമേൻ. വണ്ടി എന്ന് പറയുമ്പോൾ വണ്ടി ബുക്ക് ചെയ്ത് നമ്പർ വരെ, ഈ നമ്പറാണ് ഞാൻ വാങ്ങാൻ പോകുന്നത്. ആമേൻ, സ്തോത്രം, 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 സ്തോത്രം. കേൾക്ക്. ആമേൻ. ഈ ജഡത്തെയാണ് കൊല്ലാനുള്ളത്. ഈ ജഡം ചുമ്മാ ഒന്നും ചാകത്തില്ല. ശക്തമായിട്ടുള്ള ഉപവാസത്തിലൂടെ ഈ ജഡം ചാവത്തുള്ളൂ. ആമേൻ, സ്തോത്രം. ഇത് ദൈവത്തിൻ്റെ വചനത്തിനും ആലോചനകൾക്കും കീഴ്പ്പെടണമെങ്കിൽ നല്ല ഉപവാസം കൂടിയേ തീരത്തുള്ളൂ. ദൈവമായിട്ട് നല്ലൊരു ബന്ധം വേണം. അതും ഉപവാസ പ്രാർത്ഥനയാണ് ആവശ്യം. ഒരിക്കൽ കൂടി പറയട്ടെ, ഉപവാസത്തോടെ പ്രാർത്ഥിച്ച് ആത്മമനുഷ്യനെ ശക്തിപ്പെടുത്തണം. ഉപവാസത്തിന് മധ്യത്തിൽ ഇരിക്കുമ്പോഴല്ല. സ്തോത്രം. അല്ലെങ്കിൽ അതൊക്കെ നല്ലതാണ് കേട്ടോ. ഉപവാസ പ്രാർത്ഥന എന്ന് നമ്മൾ ഇപ്പോൾ കാണുന്ന പാരമ്പര്യമായിട്ടുള്ളതൊക്കെ നല്ലതാണ്. അനുഗ്രഹീതമായ മെസ്സേജുകൾ കേൾക്കുന്നു, പാടുന്നു, കൈയടിക്കുന്നു. പക്ഷേ അവിടെ നമ്മുടെ വിഷയം എവിടെയാണ്? അതാണ് നമ്മൾ ചിന്തിക്കുവാനുള്ളത്. ഉപവാസ പ്രാർത്ഥന
നമ്മൾ ഒരു ദിവസം ഉപവസിച്ച് കഴിഞ്ഞാൽ ആ ദിവസം മുഴുവൻ ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ജഡത്തെ കൊന്ന് ആത്മാവിനെ ശക്തിപ്പെടുത്തി ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ, അത് പ്രാപിക്കുവാൻ തക്കവണ്ണം നമ്മൾ ഒരുക്കണം. ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ കുറവുകൾ ഏറ്റു പറയേണ്ടതുണ്ട്. അതൊക്കെ മെസ്സേജായിട്ട് നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങൾ പിന്നിലേക്ക് നോക്കുക, മുമ്പിലുള്ള മെസ്സേജുകളൊക്കെ കാണുക കേട്ടോ. നിങ്ങൾക്ക് അനുഗ്രഹമാണ്. ആമേൻ, സ്തോത്രം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ആ ശത്രുക്കളുടെ കണ്ണ് മറച്ചു ദൈവം നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറുവാൻ ഒരു ഉപവാസ പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടി മാത്രമായി. അതേ, ഒരിക്കൽ കൂടി പറയട്ടെ, ആ ദുഷ്ട മനുഷ്യരുടെ കണ്ണിൽ നിന്ന് രക്ഷപ്പെടുവാൻ നിങ്ങൾക്ക് മാത്രമായി, നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി മാത്രമായി ഒരു ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിച്ചായിരിക്കുന്നുവെങ്കിൽ കോൺടാക്ട് ചെയ്യുക. പ്രൈസ് ഓഫ് ഫാമിലി നിങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കും. അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുക. ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ഷെയർ ചെയ്തും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് അറിയിക്കുക. പ്രിയപ്പെട്ടവരെയും പ്രൈസർ കുടുംബത്തിനൊപ്പം നിങ്ങൾക്കൊപ്പം ഞങ്ങൾക്കൊപ്പം ചേർത്ത് നിർത്തുക. എല്ലാ വെള്ളിയാഴ്ചകളിലും പ്രൈസർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ. ലിങ്ക് അവൈലബിൾ അല്ലാത്തവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ലൈവായി കമൻറ്റ് ചെയ്യുക. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. വരുന്ന ആഴ്ച അത് നിങ്ങളുടെ തന്നെ സാക്ഷ്യമായി മാറും. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ വിശുദ്ധ സഭാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. ജോയിൻ ചെയ്യുക. നിങ്ങൾക്കൊരു ആത്മീയ ആരാധന നഷ്ടപ്പെട്ടായിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഇനി നിങ്ങളൊരാലയത്തിൽ കടന്നു വരാത്ത വ്യക്തിയാണെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് കുടുംബമായി സ്വാഗതം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം, നമുക്കൊരുമിച്ച് വളരാം. കാക്കാമൂല മാത്രമല്ല, വരുന്ന ചില ദിവസങ്ങൾക്കുള്ളിൽ നെയ്യാറ്റിൻകരയിലും നിങ്ങൾക്ക് അവസരമുണ്ട്. 2 സമയങ്ങളിൽ നിങ്ങൾക്ക് ഞങ്ങൾക്കൊപ്പം ചേർന്ന് നിൽക്കാം. ഞായറാഴ്ച മുഴുവൻ നമുക്ക് ദൈവത്തിന് വേണ്ടി കൊടുക്കാമെന്ന് ഏറ്റവും ശ്രേഷ്ഠമേറിയത് പ്രാപിച്ചെടുക്കാം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എല്ലാ ഞായറാഴ്ചയും രാവിലെ 12 മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ കുഞ്ഞുങ്ങളുടെ സഭാരാധന. അവർ വളരും, വാഗ്ദത്തം പ്രാപിക്കും, വിട്ടുകളയുവാൻ താല്പര്യവുമില്ല. ലൈവിൻ്റെ ലിങ്കുകൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് അവരോട് പറയുക, പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിൽക്കുക, ജോയിൻ ചെയ്യുക, പ്രാർത്ഥിക്കുക, പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക. കണ്ണടച്ച വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹീതവും പ്രശാന്തവുമായിരിക്കുന്ന നല്ല സമയം, തുറന്നിരിക്കുന്ന ചില കണ്ണുകളുടെ മുൻപിൽ ഇവരെ അങ്ങ് തേജസ്സിനാൽ പൊതിഞ്ഞ് സംരക്ഷിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ, അങ്ങനെ സാന്നിധ്യം ഇവരോട് കൂടിയിരുന്നു. ഇവരുടെ പ്രാർത്ഥന കേട്ട് അങ്ങ് അരുളി ചെയ്തത് തൃക്കൈ കൊണ്ട് അങ്ങ് നിവർത്തിക്കുവാൻ പോകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. അതങ്ങനെ സംഭവിക്കട്ടെ. നല്ല ജോലികളായി അത് സംഭവിക്കട്ടെ. ഇന്നലകളിൽ പലരുടെയും കൺമുമ്പിൽ നശിച്ചു പോയ, തകർന്നു പോയ ആ ജോലികൾ ഇവർക്ക് ലഭിക്കട്ടെ. വരുമാന മേഖലകൾ അനുഗ്രഹമായി ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. എല്ലാ തൊഴിൽ തടസ്സങ്ങളും മാറട്ടെ, പോകട്ടെ. തൊഴിലിടത്തിലെ അസൂയകളും വിളിശാപങ്ങളും നേർച്ച കാഴ്ചകളും വെടക്ക് കണ്ണുകളും അസൂയകളും മാറിപ്പോകട്ടെ. എല്ലാ പോരും പോരാട്ടവും ഒഴുകി മാറട്ടെ. ആത്മീയ വർധനമുണ്ടാകട്ടെ. അപ്പോൾ ആത്മീയമായി വളർന്ന് പ്രാപിക്കുന്നവരുടെ പ്രൈസർ ഫാമിലിക്കൊപ്പമുള്ളവർ മാറട്ടെ. ഭവന പ്രാർത്ഥനകൾ ഉണ്ടാകട്ടെ. ആത്മീയ ആരാധനകൾക്ക് പ്രാധാന്യമുണ്ടാകട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരിലെ രോഗികൾ സൗഖ്യമാകട്ടെ. എല്ലാ രോഗബന്ധനങ്ങളും യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടുമാറട്ടെ. ചെവിയിൽ രോഗമായി ഭാരപ്പെടുന്നവർ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകുന്ന കൃപയ്ക്ക് കൈ ഉയർത്തുവാൻ കഴിയാതെ ഭാരപ്പെട്ടായിരിക്കുന്നവർ കരമുയർത്തി പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ കരത്തെ തൊട്ട് സൗഖ്യമാക്കി യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ. ഡിപ്രഷനുകൾ, ഉറക്കമില്ലായ്മകൾ മാറിപ്പോകട്ടെ. ഓട്ടിസങ്ങൾ മാറിപ്പോകട്ടെ. മെൻ്റൽ സ്ട്രെയിൻ കുറയട്ടെ. യേശുവിൻ നാമത്തിൽ. സ്തോത്രം. ആമേൻ. സൂയിസൈഡ് ടെൻഡൻസികൾ മാറിപ്പോകട്ടെ. ഉപദ്രവിക്കുന്ന ടെൻഡൻസികൾ മാറിപ്പോകട്ടെ. ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ഐക്യതയിൽ ചേർത്ത് വരട്ടെ. സംശയവും കലഹവും മാറിപ്പോകട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി മാറട്ടെ. ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ. കോടതി കയറിയിറങ്ങുന്നവർ ശരിയായ തീർപ്പുണ്ടാകട്ടെ. യേശുവേ, ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ. മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകൾ മാറിപ്പോകട്ടെ. തലമുറകൾ അവരുടെ ഭാവി വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരട്ടെ. മുൻപോട്ടുള്ള ജീവിതം അനുഗ്രഹമായി തീരട്ടെ. ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ. നല്ല റിസൾട്ടുകൾ നൽകി മാനിച്ചാട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ ഇവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ. എക്സാമുകളിൽ റിസൾട്ട് ഉണ്ടാകട്ടെ. പഠന വൈകല്യങ്ങളും അനുസരണക്കേടുകളും മാറിപ്പോകട്ടെ. ഈ തലമുറയിൽ ഞങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറട്ടെ. കേൾക്കുന്ന കുഞ്ഞുങ്ങൾ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. OET, IELTS, പ്രോമെട്രി എക്സാമുകൾ എഴുതിയായിരിക്കുന്നവർ നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. പല രാജ്യങ്ങളിലേക്ക് കടന്നു പോകുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നവർ വിസകൾ സ്റ്റാമ്പ് ചെയ്ത് വരട്ടെ. രാജ്യങ്ങൾ കടന്നുപോയി നന്മ പ്രാപിക്കുവാൻ കഴിയാതെ ആയിരിക്കുന്നവർ ആ നന്മയുണ്ടാകട്ടെ. ഞെരുക്കങ്ങളും ഇല്ലായ്മകളും മാറട്ടെ. വിശാലതകൾ വെളിപ്പെടട്ടെ. രാജ്യങ്ങളിൽ ഇവർക്കുള്ള സമൃദ്ധി അവരുടെ കരങ്ങളിൽ നൽകി കർത്താവെ അങ്ങ് മാനിച്ചാട്ടെ. ഇല്ലായ്മകൾ മാറിപ്പോകട്ടെ. സമാധാനവും സന്തോഷവും അവരുടെ ജീവിതത്തിലുണ്ടാകട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. ഭവനങ്ങൾ പണിയട്ടെ. പ്രൊമോഷനുകൾ ഉണ്ടാകട്ടെ. സാലറി വർധനവുകൾ ഉണ്ടാകട്ടെ. ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. വലുതും ചെറുതുമായ എല്ലാ ബിസിനസ്സുകളും സ്വദേശത്തും വിദേശത്തും ചെയ്യുന്ന ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പോൾ മറക്കണ്ട, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ. നാളെ പകലും ദൈവം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ
പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 11 മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും. ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രൈസർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക. പാസ്റ്റർ രതീഷ് JS, മൊബൈൽ നമ്പർ 8921632290. സിസ്റ്റർ വിജി രതീഷ്, മൊബൈൽ നമ്പർ 7561838946. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രൈസർ ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക.